ആഘോഷമായിട്ടാണ് നമ്മളെല്ലാവരും കൂടെ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. സ്നേഹക്കൂട് അഭയമന്ദിരത്തിൻ്റെ വനിതാ ദിന ആഘോഷവും വനിതാരത്ന പുരസ്കാരവും വിതരണം ചെയ്യുന്ന ഇന്ന് ഈ ഒരു മഹനീയമായ ചടങ്ങിൽ നമുക്ക് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലതിക സുഭാഷ് മേഡമാണ്. എനിക്കേറെ സ്നേഹവും അടുപ്പവും എൻ്റെ വീട്ടിലെ എൻ്റെ ചേച്ചിയോടെന്നോ എൻ്റെ കുടുംബത്തിലൊരാളോടുള്ള ആ ഒരു അടുപ്പവും എപ്പോഴും മോളെ എന്നുള്ളൊരു വിളിയോടുകൂടി സ്നേഹക്കുട്ടി എന്ന ഒരു കരുതലോടുകൂടി എന്നെ വിളിക്കുന്ന ഒരേ ഒരാളും പ്രിയപ്പെട്ട മേഡം തന്നെയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ വനിതാരത്ന പുരസ്കാരം വിതരണം ചെയ്യാൻ ഏറ്റവും അർഹയായിട്ടുള്ളത് ലതിക സുഭാഷ് മേഡം തന്നെയാണ്. സമത്വത്തിനെതിരെ ഒന്നും പ്രസംഗിക്കാനോ ഒന്നും എനിക്കറിയില്ല. ഓരോ സ്ത്രീയുടെ വിജയത്തിൻ്റെ പിന്നിലുമൊക്കെ ഒരു പുരുഷനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ പുറകിൽ എൻ്റെ ഒരു വലിയ ശക്തിയായിട്ട് എൻ്റെ ഭർത്താവായിട്ടുള്ള പ്രിയപ്പെട്ട അനുരാജ് ഉള്ളത് കൊണ്ടാണ് എനിക്കിന്ന് കൂടുതൽ ട്രാവൽ ചെയ്യാനും യാത്രകൾ ചെയ്യാനും കാഴ്ചകൾ കാണാനും ഒരുപാട് ദൂരങ്ങളിലേക്ക് എത്തപ്പെടാൻ പറ്റുന്നത്. അപ്പം നമ്മൾ മുന്നിലും പുറകിലുമല്ല, നമുക്ക് ഒരുമിച്ച് കൈചേർത്ത് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം എന്നൊരു വലിയ സന്ദേശം മാത്രമാണ് എനിക്ക് നൽകാനുള്ളത്. ഏറെ സ്നേഹത്തോടു കൂടി എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വനിതാ ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ എന്നെ ഇന്ന് ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുക വഴി സ്നേഹക്കൂട്, നമ്മുടെ സ്വന്തം സ്നേഹക്കൂട് അല്ലേ, പാടക വീടുകളിൽ നിന്നൊക്കെ മാറി സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കിയപ്പോൾ ഇവിടെ എത്തിച്ചേരുവാനും ഈ വീട് കാണുവാനും നിങ്ങളെ കൂടുതൽ വാടക വീട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ഉത്സാഹഭരിതരായി അച്ഛനമ്മമാരെ കാണുവാനും എനിക്ക് കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ലോകമെമ്പാടും വനിതാ ദിനം ആചരിക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഖവും സന്തോഷവും ഒക്കെ നോക്കി നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളപ്പം നിങ്ങൾക്ക് യാത്ര തരപ്പെടുത്തുന്ന, നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന ഈ സ്നേഹക്കുട്ടി, എൻ്റെ ഒരു സ്നേഹക്കുട്ടിയാണ് നിഷ. തീർച്ചയായിട്ടും ഈ നാടിൻ്റെ അഭിമാനമാണ്. പ്രിയപ്പെട്ട നിഷയാണ് ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ടീം വർക്കാണ്. എനിക്കറിയാം നിരവധി സഹോദരന്മാരും മറ്റ് അംഗങ്ങളും ഇന്നൊരു പക്ഷേ ഇവിടെ എത്തിയിട്ടുള്ള അതിഥികൾ ഉൾപ്പെടെ സ്നേഹക്കൂടിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന 1000 കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇതെല്ലാം ഇങ്ങനെ ആക്കിയെടുക്കുവാനായിട്ട് ഒരു നിഷ വേണ്ടി വന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സ്നേഹക്കൂട് ഈ സൗരഭ്യം, സ്നേഹത്തിൻ്റെ സൗരഭ്യം നമ്മുടെ നാട് കഴിഞ്ഞ് ഇതര സംസ്ഥാനങ്ങളിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക്, ലോകമാകെ എത്തിക്കാനായിട്ട് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരിമാരെയും എൻ്റെ പ്രിയപ്പെട്ട അനുജത്തിമാരെയും അഭിനന്ദിച്ചുകൊണ്ട്, നിശ്ചയെ അഭിനന്ദിച്ചുകൊണ്ട്, നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ അതിഥികളായി എത്തിയവർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും നന്മകൾ നടന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. ഈ വനിതാ ദിന ദിവസം അതുപോലെ നമുക്ക് പ്രിയപ്പെട്ട ലതിക സുഭാഷ് അവരുടെ ഇവിടെ കിട്ടി. അത് തന്നെ നമുക്കൊരു ഭാഗ്യമാണ്. പ്രസംഗം മാത്രമല്ല, പാട്ടും രോമാഞ്ചവും കലയും ചിരിയും കൊണ്ട് ഈ സദസ്സ് ധന്യമാക്കിയ ലതിക സുഭാഷിന് ആദ്യം ഒരു ഊഷ്മളമായ സ്നേഹം പകർന്നു. ഇവിടെ ഇനിയും സുദിനങ്ങളുണ്ട്, ഇനിയും പുഞ്ചിരികളുണ്ട്. എന്നും അമ്മമാരാണ്, അച്ഛനമ്മമാരാണ്, യുവത്വം തുളുമ്പുന്ന അച്ഛനമ്മമാരാണ്. ഞങ്ങളുടെ ശബ്ദം തന്നെ സൈഫർ എ നമ്പർ എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഏജ് ഒന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് നിങ്ങൾ ഇനിയും വരും.
സ്നേഹക്കൂടിൻ്റെ എല്ലാമായ ശ്രീമതി നിഷ സ്നേഹക്കൂടിനെ സ്നേഹക്കൂടിൻ്റെ മീഡിയ ടീമിൻ്റെ സ്നേഹോപകാരം വീട്ടിൽ അങ്ങനെ ക്ഷണിച്ചു കൊടുക്കും. മാനേജ്മെന്റിന്റെ അവാർഡാണ്. കണ്ടക്ടർക്ക് ടിക്കറ്റ് എഴുതുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ പ്രോഗ്രാം ഇത്ര വിജയകരമായി തീർത്ത സ്നേഹക്കൂടിൻ്റെ എല്ലാമായ അച്ഛനമ്മമാർക്കും എൻ്റെ സഹപ്രവർത്തകർക്കും വേദിയിൽ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെയും സ്നേഹക്കൂടിൻ്റെയും പേരിലുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു.